മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ അവസ്ഥയെക്കുറിച്ച് പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ടാവും. കോഴിക്കോട് നടക്കുന്ന എന്റെ കേരളം പ്രദർശനമേളയിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുടെ അവസ്ഥ മനസ്സിലാക്കി തരുന്ന സ്റ്റാളുകളാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. അതേ ലഹരി നമ്മളെ തിന്നു തുടങ്ങുമ്പോൾ എല്ലാത്തിനും കാരണം നീയൊക്കെ ജീവിച്ചിട്ട് ആർക്കാ അവിടെ ഗുണം? മരിക്കുന്നില്ല, നിനക്കൊക്കെ നല്ലത്. മയക്കുമരുന്നിന് അടിമപ്പെടുന്നവർ എന്ത്, എപ്പോൾ, എങ്ങനെ പ്രതികരിക്കുമെന്നത് നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. വളരെ വേഗത്തിലാവും അവരുടെ പ്രതികരണം. ചുറ്റുമുള്ളവരെ പരിഭ്രാന്തരാക്കുന്ന രീതിയിലാകും പെരുമാറ്റം. ഈ അവസ്ഥ എത്ര ഭയങ്കരമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ സ്റ്റാളിലെത്തുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇനീഷ്യലി ഭയങ്കര പ്ലഷർ ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യും. പക്ഷെ ഒരു സ്റ്റേജ് എത്തുമ്പം അവരെ തോട്ട്സിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സൈക്കോസിസ് പോലെ അവസ്ഥയെ വരും. ആ സമയത്ത് ശരിക്കും ഇല്ലാത്ത സൗണ്ടുകൾ അവർ കേൾക്കും, അതേപോലെ ശരിക്കും നടക്കാത്ത കാര്യങ്ങൾ കാണും. ഹാലുസിനേഷൻ നമ്മൾ പറയാം. അപ്പോൾ ഓഡിറ്ററി ഹാലുസിനേഷൻ എന്തായിരിക്കും ജസ്റ്റ് ഈ ബോക്സിനുള്ളിൽ പോയാൽ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം അങ്ങനെ ഡ്രഗ് അഡിക്ട്സ് ആയ പേഷ്യൻസ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു വോയിസ് ഓവർ കൊടുത്താണ്. ഇതിന്റെ അപകടം എത്രത്തോളമാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ ഈ പദ്ധതി കൊണ്ടുവരണമെന്നാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചിറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.